ഹലോ പ്ലസ് ടു മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാമിന് വളരെ യൂസ്ഫുൾ ആയ ഒരു ചാപ്റ്റർ ട്രാക്കർ നിങ്ങളുടെ വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ എത്ര പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ടൂളാണ്. നിങ്ങൾക്കറിയാം ഓണം എക്സാമിന് കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. ഇനി നമുക്ക് കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, സാർ ഇനി പഠിക്കാൻ എങ്ങനെയാണ് തുടങ്ങുക, ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ഏത് ചാപ്റ്റർ ഫോക്കസ് ചെയ്യണം? എൻ്റെ സ്കൂളിൽ പറയുന്ന 6 ചാപ്റ്റർ ഉണ്ട്, എൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ സ്കൂളിൽ പറയുന്ന 5 ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ ഇപ്പുറത്തെ കുട്ടി 4 പഠിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് എന്താണ് ഇതിന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫസ്റ്റ് കാര്യം, ഇത് ബയോ സയൻസുകാരുടെ സിലബസ് ആണ് പറയുന്നത്. എത്ര മാർക്ക് എത്ര ചാപ്റ്റർ കഴിഞ്ഞ വർഷം വന്നു എന്ന് പറയുന്നു. അതേപോലെ കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഉണ്ട്. അപ്പം ഷൗട്ട് ഔട്ട് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ്. ഇനി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വേഗം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ഞാൻ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫ് 7 PM ഉള്ള കാര്യം മറക്കരുത്. ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വൈറ്റ് വേർഷൻ വേണമെങ്കിൽ ഇതാ മക്കളെ, വൈറ്റ് വേർഷൻ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ഡിസ്ക്രിപ്ഷനുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളിത് ഫില്ല് ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. ഓക്കെ, നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു ബോണസ് ഗിഫ്റ്റ് മക്കളെ, എക്സാമിനറിന് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു 1000 rupees കൂടി ഓഫ് ഉണ്ട്. 4000 ആക്കിയിട്ടുണ്ട് ഫീസ്. ഓക്കെ, ഇത് ഓണം എക്സാം തൊട്ട് മുമ്പ് വരെ സെപ്റ്റംബർ 3 വരെയാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. ഓണം എക്സാം വരെ സെപ്റ്റംബർ 3 വരെ മാത്രമുള്ളൊരു ഓഫറാണ്. 4000 ആണ് ഫീസ് ഫുൾ ഇയറിലേക്ക്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്, ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 400 നിങ്ങൾക്ക് 520 മാർക്കല്ലേ മേടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ഒഴിവാക്കി ഏകദേശം ഒരു 400 ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 400-ൽ എത്ര മാർക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ കിട്ടുന്നത് ചെറുതായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ 2 രീതിയെ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് തിയറി, കുറച്ച് ഫോർമുലയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമുക്ക് 50% കൊടുക്കുക. ഓരോ ചാപ്റ്ററിൻ്റെ നമ്പറിൻ്റെ പകുതി കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 കൂടി കൂട്ടാം, 100 കൊടുക്കുക. ഓക്കെ, ആ പെർസെൻറ്റേജ്. ഓക്കെ, കാര്യം മനസ്സിലാക്കുക. ഇനി ഞാനൊരു ബയോമാക്സ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ബയോമാക്സ് സ്റ്റുഡൻ്റ് ആയിരിക്കും, കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിത് ഏതൊക്കെ ചാപ്റ്റർ നന്നായിട്ട് അറിയില്ല. അപ്പം തിയറി മാത്രമായിരുന്നു ഒരു ടിക്കറ്റും 2 വരെയും PYQ ആണെങ്കിൽ 2 ടിക്കറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് എനിക്ക് റിലേഷൻ 2 വരെ. അപ്പോൾ ഞാൻ ഡബിൾ ടിക്കറ്റ് ഇടുന്നു. ഓക്കെ, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡബിൾ ടിക്കും. ഓക്കെ, ഇത് 15% എന്താ മക്കളെ, വെയിറ്റേജ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം വെയിറ്റേജ് വെച്ചിട്ട്. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എനിക്ക് അറിയില്ല, ഒട്ടും അറിയില്ല, ടിക്കേ ഇടുന്നില്ല. ഓക്കെ, ഫോർമുലക്കാരും ചില ഒരു 50-50 എനിക്കറിയാം. ഞാൻ മാത്സ് ടീച്ചറാണ്, എന്ത് പറഞ്ഞാലും 50-50. ഓക്കെ, ഇനി മേട്രിക്സ് എനിക്ക് നന്നായിട്ട് അറിയാം, അടിപൊളി, സെറ്റ്. ഓക്കെ, ഡിറ്റർമിനൻസ് എനിക്ക് അറിയില്ല. ഓക്കെ, ഞാൻ പഠിച്ചിട്ടില്ല ചാപ്റ്റർ, ഞാൻ പഠിച്ചിട്ടില്ല സാർ, എനിക്കറിയില്ല. കണ്ടിന്യൂറ്റി കുറച്ചറിയാം. ഓക്കെ, കുറച്ചറിയാം, നന്നായിട്ട് അറിയണം, കുറച്ചറിയാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ മാത്സിന് എത്ര പെർസെൻറ്റേജ് കിട്ടി? മാത്സിൽ ഇപ്പോൾ നിങ്ങളിത് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും 100% കിട്ടണം. പക്ഷെ നിങ്ങളുടെ ഡബിൾ ടിക്കറ്റ് നമ്പർ 15-ഉം 30-ഉം ആഡ് ചെയ്യാൻ 45 കിട്ടി. 45. ഇനി ഇത് ഒരു ടിക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ പകുതി, ഒരു ടിക്ക് എന്ന് പറഞ്ഞാൽ തിയറി മാത്രമേ അറിയുള്ളൂ, കുറേ ക്വസ്റ്റ്യൻ ഒന്നും അറിയാം. അപ്പം 7%, 45, 52% പ്ലസ് ഇവിടെ ഒരു 12, 52. അപ്പോൾ 54, 64 കൂട്ടിക്കോ. ഓക്കെ, അപ്പം മാത്സ് സിലബസിൽ ഞാൻ ഈ ടേബിളിൽ കൊണ്ടിടുന്നു. എനിക്ക് എത്ര അറിയാം? എനിക്ക് 64% അറിയാം. ഓക്കെ, അപ്പോൾ 64% ആണ്. അല്ല, 64 സ്കോർ ഇട്ടാൽ 100-ലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. 64% എനിക്ക് അറിയുള്ളൂ. അപ്പം നിങ്ങളുടെ മാർക്ക് അത്ര പ്രതീക്ഷ മതി. അങ്ങനെ മനസ്സിലാക്കുക. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. എനിക്ക് ഈ ചാപ്റ്റർ ഫുൾ അറിയാം, 15%. ഈ ചാപ്റ്റർ പകുതി അറിയാം, 7%. ഈ ചാപ്റ്റർ ഫുൾ അറിയാം, 30, 45, 52, ഇവിടെ 12, 64. ഓക്കെ, അത് മനസ്സിലായി. ഇനി അതേപോലെ നിങ്ങൾ ഓരോ സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ഡബിൾ ടിക്ക് ഇട്ടു. സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് അറിയില്ല, പക്ഷേ തേർഡ് ചാപ്റ്റർ ഡബിൾ ടിക്ക് ഇട്ടു, ഇതൊരു ടിക്ക് ഇട്ടു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇടുക. ഓക്കെ, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്ക് ഡബിൾ ടിക്കറ്റാ ഫുൾ എടുക്കാം, 29% എനിക്ക് മാർക്ക് ഫുള്ള് കിട്ടും, ഉറപ്പാണ്. 29% കിട്ടി. ഇവിടെ എനിക്ക് 20 കിട്ടി. അപ്പോൾ 20, 29, 49 ഇതിൻ്റെ പകുതി. ഒരു ടിക്കാണെങ്കിൽ എനിക്ക് തിയറിയും ബേസിക് ക്വസ്റ്റ്യൻസ് അറിയുള്ളൂ. ഇതിൻ്റെ പകുതി എത്രയാണ്? ഒരു 12 കൂട്ടിക്കോ കേട്ടോ. അപ്പം 29, 49 പ്ലസ് 12, 61. ഓക്കെ, ഇപ്പോൾ 61 ഈ ടേബിൾ എടുത്തുകൊണ്ട് ഇവിടെ നോക്കട്ടെ, 61. ഓക്കെ, അപ്പോൾ എനിക്ക് 61% അറിയാം. ഓക്കെ, അതേപോലെ കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുക? കെമിസ്ട്രിയിൽ ഓരോ സബ്ജക്റ്റ്, കെമിസ്ട്രി കുറച്ചുകൂടി സിമ്പിളാണ്. മനസ്സിലാക്കേണ്ടത് എന്താണ്? ലാസ്റ്റ് ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നൊക്കെ നോക്കുക. നിങ്ങൾ അതിനനുസരിച്ച് വെയിറ്റേജ് സമയം കൂടുതൽ കൊടുക്കുക. വെയിറ്റേജ് കുറവുള്ളതിന് സമയം കുറച്ച് കൊടുക്കുക, വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം. ഫോർ എക്സാമ്പിൾ മെട്രിസീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് വിചാരിച്ചാൽ അത് മാത്രം പഠിച്ചാൽ മതി. അത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന 25% വരുള്ളൂ, കാരണം വലിയ ടോപ്പിക് അത് ഡിലീറ്റഡ് ആണ്. ഓക്കെ, പക്ഷേ അതേസമയം ഡിറ്റർമിനൻസ് ഇതന്നെ നിൽക്കും. ഒരു ടോപ്പിക് ഡിലീറ്റഡ് ആണെങ്കിൽ ഇതന്നെ നിൽക്കും, കാരണം ഇവിടെ നിന്നൊക്കെ മാർക്ക് വരിക. ഇത് നല്ല മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ ടിക്കറ്റോ നിങ്ങളുടെ ചാപ്റ്റർ അനുസരിച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് അവസാനം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കെമിസ്ട്രി അത്യാവശ്യം ഞാൻ അടിപൊളിയായി. അപ്പോൾ 80% അറിയാം. ബയോളജി അല്ലെങ്കിൽ CS നിങ്ങൾ ഇട്ടോ, ഞാൻ എന്ത് ചെയ്ത് 75% അറിയാം. ഓക്കെ,
ഇനി മക്കളെ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് 400 സ്കോർ നിങ്ങൾ എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 520 ഒരു +1 എക്സാം വരുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോഗ്രസ് എത്ര നോക്കാം. ഈ പ്രോഗ്രസ് നിങ്ങൾ പൊട്ടിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 64 + 61 + 80 + 75 എനിക്ക് എത്ര 280 ഉള്ളൂ. ഓക്കെ, 280 മാർക്കുള്ളൂ. ഡിവൈഡ് ബൈ 400 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ്? എനിക്ക് 70% കിട്ടാനുള്ള അർഹതയുള്ളൂ. ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ എക്സാം സിമ്പിളായി ചിലപ്പോൾ 75 കിട്ടും. ഇനി എനിക്ക് 90 കിട്ടുമോ? ഇല്ല. പക്ഷേ നിങ്ങൾ ഇതോർത്തെ സങ്കടമാവരുത്. കാരണം എന്താണ്, ഇത് ഇപ്പോഴത്തെ സ്റ്റേജാണ്. ഓണം എക്സാമിൻ്റെ 3 ദിവസം മുമ്പുള്ള സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്രയാണ്. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് 50%, 40% നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ കമൻസിൽ കാണുമ്പോൾ കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും, ഒരു കോൺഫിഡൻസും കിട്ടും, അതൊരു മോട്ടിവേഷൻ രീതിയാണ്. ഓക്കെ, ഇനി അതും വിചാരിച്ചിട്ട് നല്ല മാർക്കുള്ളവർ നല്ലോണം കേട്ടോ. നിങ്ങൾ 70% കിട്ടിയാൽ നിങ്ങൾ ഈ പഠിത്തം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് വെച്ചിട്ട് 70% കിട്ടി നിങ്ങൾ വിഷമിക്കരുത്. ഓക്കെ, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്തില്ല എന്നാണ്. ഓക്കെ, അപ്പം അടുത്ത ക്രിസ്മസ് എക്സാമിന് നമുക്ക് ബെറ്റർ ആക്കാം, ഫൈനൽ എക്സാമിനും ബെറ്റർ ആക്കാം, നമുക്ക് 100%-ലേക്ക് എത്തിക്കാം. ഇനി നിങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി, ഇപ്പം നിങ്ങൾ 70%, എക്സാമിന് 3-4 ദിവസമുണ്ട്, എക്സാമിൻ്റെ തലേന്ന് പറഞ്ഞൊരു മാജിക് ദിവസമുണ്ട്. ആ ദിവസങ്ങളൊക്കെ നമുക്ക് തകർത്തിരുന്ന് പഠിച്ചാൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. 70 മാറ്റിയിട്ട് 75, 80 മാറ്റി 85 ഒക്കെ ആക്കാൻ പറ്റും. ഒരു 5-10% കൂട്ടാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യാൻ നോക്കിയേ. എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ മെട്രിസീസ്, മാത്സിലെ മെട്രിസീസ് വളരെ ഈ ചാപ്റ്റർ ആരും വിടരുത്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആരും വിടരുത്. ഇൻവേഴ്സ് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, അത് വിട്ടാൽ ഞാൻ നിങ്ങളോട് കുറ്റം പറയില്ല. കണ്ടിന്യൂറ്റി നന്നായിട്ട് പഠിക്കുക, ഇതും പഠിക്കുക. ഓക്കെ, ഇനി ഇത് വിടാൻ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പെർമിഷൻ തരുന്നു. കാരണം അത് ചിലപ്പോൾ ചിലവർക്ക് ടഫായിരിക്കും, ടഫ് അല്ലെങ്കിൽ വിടരുത് കേട്ടോ. ഫിസിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നോക്കിയാൽ മക്കളെ ഫസ്റ്റ് ചാപ്റ്റർ അത് പഠിക്കാതെ ഒരാളും പോകരുത്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ കുറച്ച് വെയിറ്റേജ് കുറവാണ്. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കുക. തേർഡ് ചാപ്റ്റർ ഞാൻ പകുതി സ്റ്റാർ ഇടുന്നു, നിങ്ങൾ പറ്റുകയാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണം, ഈ ചാപ്റ്റർ പഠിക്കുന്ന ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ പഠിക്കും. അതാണ് നമുക്ക് ബെറ്റ് ചെയ്യുക. നിങ്ങൾ ബെറ്റിംഗ് ആണ്, ചെറിയൊരു ഗാംബ്ലിംഗ് ആണ്, പക്ഷേ നമുക്ക് മാത്തമാറ്റിക്കലി ഗാംബിൾ ചെയ്യാം. ഓക്കെ, ഇത് നോക്കിയാൽ ഈ ചാപ്റ്റർ വളരെ വെയിറ്റേജ് കൂടുതലാണ്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ 3ഉം ഏകദേശം ഒരേ വെയിറ്റേജ് ആണ്. നിങ്ങൾക്കും കൂടി ഇഷ്ടമുള്ള ചാപ്റ്റർ നോക്കി പഠിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ബയോളജിയിലേക്ക് വരുമ്പോൾ എന്താണ്, ലാസ്റ്റ് 2 ചാപ്റ്ററും കുറവാണ്. അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം. അങ്ങനെ മാർക്ക് കൂടാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ചാൽ ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്സ് മേടിക്കാം. അത് നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. ഓക്കെ, ഈ 70% എങ്ങനെ കൂട്ടണം നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഇത് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും മക്കളെ 7 മണിക്ക് ലൈവ് ഉണ്ട്, ആ കാര്യം മറക്കരുത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ വേണം സ്വന്തം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നോക്കി ഫില്ല് ചെയ്യുക. എത്ര പെർസെൻറ്റേജ് 400 എത്ര സ്കോർ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇതൊന്നും മനസ്സിലാവണം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല, പക്ഷേ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് അതും ഇതൊക്കെ കുറച്ചറിയാം. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ആ കറക്റ്റ് എസ്റ്റിമേഷൻ നിങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊരു 5 മിനിറ്റ് മാത്രമേ കളയാൻ പാടുള്ളൂ, അതിനെക്കാട്ടും കുറേ കൂടുതൽ കളഞ്ഞ് സമയം കളയരുത്. ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ PDF ആയിട്ട് കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാൻ പറയാം. വെരി ഇമ്പോർട്ടൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 7 PM ലൈവ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ 3-ാം തീയതി വരെ മാത്രം ഓഫർ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ വേഗം ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ലൈവിന് 7 o'clock കാണാം. ബൈ ബൈ.